our channel Twin Girls Kathu and Chakki. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അരിയും കിഴങ്ങും അരച്ച് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുൻപായി ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അരിയും കിഴങ്ങും ചേർത്ത് ഉണ്ടാക്കിയെടുത്തതാണിത്. വ്യത്യസ്തമാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതുണ്ടാക്കാൻ ആദ്യമായി വേണ്ടത് 2 കപ്പ് പച്ചരി. ഇത് 3 മണിക്കൂർ കുതിർത്ത് വാരി വെച്ചതാണ്. 2 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തത്. വെജിറ്റബിൾസായി വേണ്ടത് 1 സവാള അരിഞ്ഞത്, 1/2 കപ്പ് ക്യാപ്സിക്കം, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില, ഇഞ്ചി പച്ചമുളക്, 1 തക്കാളി അരിഞ്ഞത്, കൂടാതെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്. ആദ്യം അരി അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്കിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് വേണം അരയ്ക്കാൻ. ഒന്നരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് എന്നിവ കൂടിയിട്ട് നന്നായി അരച്ചെടുക്കാം. മാവ് കുറച്ച് തിക്കായി വന്നതുകൊണ്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി അരയ്ക്കാം. ഇനി അതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കാനായി അധികം വെള്ളം ചേർക്കണ്ട. വേണമെങ്കിൽ ഒരു അല്പം മതി. അരച്ചെടുക്കുമ്പോൾ ഇതാണ് പരുവം. ഇനി മാവിലേക്ക് ഉപ്പ്, ബേക്കിംഗ് സോഡ, ജീരകപ്പൊടി, മുളകുപൊടി, 1/4 ടീസ്പൂൺ അയമോദകം എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. അയമോദകം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ പൊട്ടറ്റോ അരച്ചതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. മാവ് കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, അതിനാൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇളക്കാം. ദോശമാവിൻ്റെ പരുവത്തിലാണ് മാവ് എത്തേണ്ടത്. ഇനി മാവിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. സവാള, ക്യാപ്സിക്കം, തക്കാളി, ക്യാരറ്റ്, മല്ലിയില എല്ലാം കൂടിയിട്ട് മാവുമായി മിക്സാക്കാം. മാവ് അല്പം കൂടി ലൂസാവണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇളക്കാം. ഇപ്പോൾ മാവ് റെഡിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാവിന് വേണ്ട പരുവം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഗ്രീസ് ചെയ്യാം. ഇനി മാവ് ഒഴിക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേകണം, അതുകൊണ്ട് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് മതി. ഇനി ഇതുപോലെ എണ്ണയോ ബട്ടറോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു അല്പം നേരം അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിം ഉണ്ടാകണം. ഇനിയൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വേണമെങ്കിൽ ഓയിൽ ഒരൽപ്പം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി മൊരിഞ്ഞു വരണം. നമ്മുടെ റൈസ് പൊട്ടറ്റോ ദോശ റെഡിയായി. ഇനി ബാക്കിയുള്ളവയും ഇങ്ങനെ ചുട്ടെടുക്കാം. കൂട്ടത്തിൽ കഴിക്കാനായി നല്ലൊരു പീനട്ട് ചട്നി കൂടി തയ്യാറാക്കാം.
അതിനായി വേണ്ടത് ഒരു ചെറിയ സവാള അരിഞ്ഞത്, വളരെ ചെറിയൊരു കഷ്ണം പുളി, 1/2 കപ്പ് റോസ്റ്റഡ് കപ്പലണ്ടി, 1/2 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 5 വറ്റൽമുളക്. ആദ്യം കപ്പലണ്ടി ഇതുപോലെ പാനിലിട്ട് ഒരു 2 മിനിറ്റ് ചൂടാക്കാം. നമ്മുടെ കപ്പലണ്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി പാനിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വറ്റൽമുളകിട്ടൊന്ന് മൂപ്പിക്കാം. മുളക് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചെറുതായി വഴറ്റാം. ഇനി എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് കൂട്ടത്തിൽ കപ്പലണ്ടിയും കൂടി ഇട്ട് ഒന്ന് അരയ്ക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും ഉപ്പും പുളിയും കൂടി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അവസാനമായി ചട്നിക്ക് കടുക് വറക്കാം. അതിനായി എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത ശേഷം ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചട്നിയും റെഡിയായി. എന്നാൽ പിന്നെ കഴിക്കാമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.